ക്രിസ്തുവിൻ ദിവ്യ ഇഷ്ടമെന്നുമേ എന്നുടെ ജീവിതത്തിനാശയേ. നാളെന്നും ക്രൂശെടുത്തു ഞാൻ നാഥനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ മരുവിൻ ചൂടതേൽക്കുമ്പോൾ തൻ ചിറകനിക്കു വിശ്രമം. ഈ മരുവിൻ ചൂടതേൽക്കുമ്പോൾ തൻ ചിറകനിക്കു വിശ്രമം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ പാദപിടം ചേർന്ന് കടന്നു വരുവാൻ തക്കണം സ്വർഗം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദി കർത്താവേ. ഉറങ്ങി ഉണർന്ന കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. സുബോധത്തിലും ആരോഗ്യത്തിലും എഴുന്നേൽപ്പിച്ചതോർത്ത് നന്ദി. ഈ നല്ല ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി എടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും അവരുടെ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപിടത്തിൽ ഏൽപ്പിച്ചു തരുന്നു. തമ്പുരാനുള്ളതുപോലെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവമാ. ഓരോരുത്തരുടെയും വിഷയത്തിന് നടുവിൽ അപ്പച്ചൻ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരമുള്ളവർ, രോഗമുള്ളവരുണ്ട് കർത്താവേ, പ്രതികൂലത്തിന് നടുവിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ, ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ, കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയുമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപിലോട്ടൊന്ന് കൊണ്ടുതരികയാണ്. അങ്ങ് ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവാ. ഇന്ന് വരെ ഞങ്ങളുടെ ഭാരം ഏറ്റെടുത്ത് ഞങ്ങളെ നടത്തിയ ദൈവം അവിടുന്ന് വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ അപ്പച്ചൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കുറവുകൾ, കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. ആകായമുള്ള പോരായ്മകൾ, നന്ദികേടുകൾ ഓർക്കരുതേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളും ക്ഷമിച്ച് തങ്കച്ചോരയാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്ന കർത്താവെ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, വിദ്യാഭ്യാസത്തെ മാനിക്കണേ, ഭാവി അനുഗ്രഹിക്കപ്പെട്ടിട്ട് ശത്രു കാണാതെ ദുഷ്ടപിശാച് തൊടാതെ കാത്തുകൊള്ളുമാറാകണമേ കർത്താവെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഡിഗ്രിക്കായിരിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്നവർ, OIT IELTS പഠിക്കുന്നവർ കർത്താവെ, മറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അപ്പൻ അവർക്ക് ബുദ്ധിജ്ഞാനം കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി ലക്ഷ്യം വെച്ച സ്ഥാനത്ത് അവരെ കൊണ്ടുവന്ന് എത്തിക്കണം. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, നല്ല ജയമൊരുക്കി മാനിക്കുമാറാകണം. ദൈവമായ കർത്താവ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അപ്പോൾ വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, കാത്തിരുന്ന് മുഷിഞ്ഞ് കർത്താവെ കുഞ്ഞുങ്ങൾ അവിടുന്ന് ഭാരപ്പെടുവാൻ അനുവദിക്കില്ല. അവർക്ക് വേണ്ടി വഴിവാതിൽ തുറന്നിട്ടപ്പ അവരോടൊന്ന് കരുണ കാണിച്ചാട്ട് ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നീ മറുപടിയുമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കും. അവരുടെ ഭാവിക്ക് തടസ്സമായി മുൻപിൽ നിൽക്കുന്ന എല്ലാം കർത്താവ് എടുത്ത് മാറ്റി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശാല വഴികളെ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. സമയം ഞങ്ങളുടെ ഉപജീവനമാർഗം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ, കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണമേ. വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാ മക്കളോടും കൂടെ ഇരിക്കണമേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് തൃപ്തിയോടെ നടത്തണമേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവെ, വരാമായിരിക്കുന്ന ആപത്തനത്തിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കും. തക്ക തുണിയൊരുക്കണം, അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളോളം കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, പൊന്നുകരത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്.
എൻ്റെ ദൈവമായ കർത്താവെ, കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് മനസ്സറിയണം, അത്ഭുതം ചെയ്യണം, അവരുടെ വിഷയത്തിന്മേൽ മറുപടിയുമായി ഇറങ്ങണം. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനമൊരുക്കണം. ഭവനം പണിയുന്നവരെ കർത്താവ് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണം. അടിസ്ഥാനം ഇടുവാൻ കാത്തിരിക്കുന്നവരുണ്ട് കർത്താവെ. ആ ഭവനത്തിൻ്റെ അടിസ്ഥാനമൊക്കെയും കർത്താവ് ഇടണമേ. അതിനെ കെട്ടിപ്പൊക്കണമേ, വാസയോഗ്യമാക്കി ഭവനം നൽകണമേ. ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗം ഇറങ്ങണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ കർത്താവെ. ഉത്തരവാദിത്വമുള്ളവരെ, ബുദ്ധിയുള്ളവരെ, ദൈവകൃപയുള്ളവരെ, ആത്മാർത്ഥതയുള്ളവരെ ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ദൈവമായ കർത്താവെ, അങ്ങനെ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഭാരവും സ്വർഗത്തിലെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, പുതുവർഷക്കാലം വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവരുണ്ട്. പുതിയ നന്മ അനുഗ്രഹം കൊടുത്തവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, സമാധാനം നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവ്, രോഗികൾക്ക് നല്ല വചനം, രോഗം നീക്കുന്ന മരുന്നും എൻ്റെ അപ്പച്ചന അടിയൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളുടെ മേലും സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യം ഇറങ്ങുന്നതോർത്ത് നന്ദി പറയുന്നു. എല്ലാവരും സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ, മഹത്വമേറെ സാക്ഷ്യം പറയുവാൻ, ഹോബ നല്ലവനെന്ന് ഹല്ലേലൂയ രുചിച്ചറിവാൻ ഭാഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവെ, മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാതെ ഭീതിയും ഭാരവുമായിട്ട് കഴിയുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സമാധാനത്തിൽ ആഹാരം കഴിക്കാൻ കഴിയാതെ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങുവാൻ കഴിയാതെ, മദ്യപാനികളുടെ ശല്യം നിമിത്തം കർത്താവെ കരയുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. നീ അവരോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ലപ്പാ. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ സഹായഹസ്തമായി ഇറങ്ങുന്നവൻ എൻ്റെ അപ്പന തമ്പുരാൻ ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ പ്രിയപ്പെട്ടവരും സമാധാനം അനുഭവിക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ. ദൈവമേ, ഒരു ഉറങ്ങട്ട് കർത്താവെ. നീ അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. പ്രാർത്ഥിപ്പാനല്ല അതൊന്നിനും കഴിയത്തില്ലപ്പാ. നീ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, പ്രാർത്ഥനയുടെ മുൻപിൽ നിൽക്കുന്നൊരു ദൈവമുണ്ട്, കണ്ണുനീർ തൂപ്പം മനസ്സലിയുന്നൊരു ദൈവമുണ്ട്. ഈ വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗം ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിലവിളിക്കുന്ന സഹോദരിമാരുടെ കണ്ണുനീരിനെ തുടച്ചാട്ട് അവരുടെ ജീവിതത്തിലൊരു സ്വസ്ഥത കടന്നു വരട്ടെ ദൈവമേ. പൂർണ്ണമായും ഈ ലഹരി പദാർത്ഥം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പാ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമായ കർത്താവെ, ഹല്ലേലൂയ, എല്ലാ ഭാരവും അപ്പൻ്റെ പാദപീഠത്തിലോട്ട് രാവിലെ സമയം ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഞങ്ങളെ മാനിക്കും, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. എൻ്റെ ദൈവത്തിൻ്റെ ഹല്ലിലെ കരവഹൻ ഞങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങനെ യാത്ര പോകുന്നവരെ മക്കളെയും കാത്തുകൊള്ളണമേ, സുരക്ഷിതമായി എത്തിച്ചേരാൻ സഹായിക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ കർത്താവെ. നല്ല വേതനം കൊടുത്ത് ഹല്ലേലൂയ കർത്താവെ, പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട് കർത്താവെ. അങ്ങനെ ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം 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 സ്തോത്രം. അപ്പം എല്ലാ പ്രാർത്ഥന വിഷയം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽകുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, അനാഥർ, വിധവകൾ എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവം അവിടുന്ന്. ആമേൻ. എല്ലാവരെയും സഹായിച്ച് സമാധാനത്തിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തി തന്നെ കർത്താവ്. എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണം. അടുത്ത ഉള്ളംകരത്തിൽ എല്ലാവരെയും വഹിക്കണം. അടിയൻ മറന്നാലും മറക്കാത്ത ദൈവം ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുത്ത് തൻ്റെ മക്കളെ എല്ലാം സഹായിച്ചാട്ട് കർത്താവേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.